ആശംസകൾ അറിയിക്കാൻ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ശ്രീ SK അബ്ദുള്ളയെ. അതായത് നമ്മൾ കുറച്ചു നേരം ഇരുത്തി, നിങ്ങൾക്കറിയാം നോയമ്പ് കാലമാണ്, അദ്ദേഹം നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മളോട് സഹകരിക്കുന്ന ആളാണ്. ശ്രീ SK അബ്ദുള്ളയ്ക്ക് ഒരു കയ്യടി, അദ്ദേഹത്തെ കുറച്ചേരം ഇരുത്തില്ലേ അതിൻ്റെ പാപപരിഹാരാർത്ഥം. കൊച്ചിയിലെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് ശ്രീ SK അബ്ദുള്ള. അപ്പം ഒരുപക്ഷെ നമുക്ക് ഈ വലിയ സംരംഭം അതിൻ്റെ അതിശക്തിയിൽ ആൾക്കാരിൽ എത്തിക്കാൻ കാരണക്കാരാവുന്നവരിൽ പ്രധാനിയാണ് അദ്ദേഹവും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നോമ്പുകാരനാണെന്നും നോമ്പ് തുറന്നിട്ട് ഇവിടെ കുറേ സമയം ഇരിക്കുന്നു എന്നുള്ള പറഞ്ഞത് ചിലപ്പോൾ ഉഷയായിരിക്കും. പക്ഷേ ഇടക്കിടക്ക് വന്ന് വെള്ളം വേണോ ഫ്രൂട്ട്സ് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഈ സംരംഭവുമായി സഹകരിക്കുക എന്നുള്ളത് സാന്നിധ്യം കൊണ്ട് സഹകരിക്കുക മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പ്രസംഗിച്ച് സഹകരിക്കാനുള്ളതല്ല. ഞാനൊരു പ്രാസംഗികനുമല്ല. അതുമാത്രമല്ല, ജയകുമാറിനെ പോലെ അല്ലെങ്കിൽ ദൂരദർശനിലും ആകാശവാണിയിലും പയറ്റിത്തെളിഞ്ഞ ആൾക്കാരുടെ കൂടെ MG ശ്രീകുമാറിനെ പോലെയും കാവാലൻ സാറിനെ പോലെയുള്ള ശ്രുതിമധുരമായ കവിതകളും ഗാനങ്ങളും ആസ്വദിച്ചതിന് ശേഷം ഞാൻ നടത്തുന്ന ഏത് പ്രസംഗവും ഒരു അധിക പ്രസംഗമായിരിക്കും. പിന്നെ ഈ സന്ദേശയാത്രയിൽ ഇതിൻ്റെ കാര്യം ഒരാഴ്ച മുമ്പാണ് ശ്രീകണ്ഠൻ നായർ, എൻ്റെ പ്രിയപ്പെട്ട SKN ഡോക്ടർ ഷംഷീറിനോട് പറഞ്ഞത്. ശ്രീകണ്ഠൻ നായരുടെ ആത്മാർത്ഥതയും അദ്ദേഹത്തിൻ്റെ സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്സും കണ്ടപ്പോൾ അന്നേരം തന്നെ ഏത് വിധത്തിലുള്ള സഹകരണത്തിനും തയ്യാറായി എന്ന് ഡോക്ടർ ഷംഷീർ ശ്രീകണ്ഠൻ നായർ അറിയിക്കുകയും അങ്ങനെയാണ് ഈ സംരംഭത്തോട്, കാരണം ഇത് ഈ കേരള സംസ്ഥാനത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഈ ലഹരി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനെ കണ്ണു തുറപ്പിക്കാനുള്ള ഒരു യാത്രയായിരിക്കണം ഇതെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ കോവിഡ് കാലത്ത് നമ്മൾ പലപ്പോഴും കണ്ടതാണ്, ഒരു പ്രവാസി എങ്ങാനും ഗൾഫിൽ നിന്ന് ഇറങ്ങിയാൽ അവൻ്റെ റൂട്ട് മാപ്പ് അന്വേഷിച്ച് 24 മണിക്കൂറും 48 മണിക്കൂറും നടന്ന് അവനെ കണ്ടുപിടിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതേ പരിപാടിയും അതേ യജ്ഞവും അതേ സാമർഥ്യവും ഈ കേരള പോലീസ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒരു നിമിഷം കൊണ്ട് നിർത്താവുന്നതേ ഉള്ളൂ ഈ ലഹരി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അതിന് SKNൻ്റെ യാത്ര ഉപകരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് മറ്റു പലതും പറയണമെന്നുണ്ട്. പക്ഷേ ഏതായാലും ഇടയ്ക്കിടയ്ക്ക് പ്രതിജ്ഞക്കുള്ള സമയമാവുന്നുണ്ട്. ശ്രീകണ്ഠൻ നായരുടെ തുള്ളിച്ചാട്ടം പോലെ അണിയറയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രസംഗം അത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. VPS ലേക്ക് ഷോറും ഞങ്ങൾ എപ്പോഴും ഇതിൻ്റെ കൂടെ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഓക്കെ, താങ്ക് യു.